3 മേഖലാ യോഗങ്ങൾ അടിയന്തരമായി നടത്താനുള്ള തീരുമാനമെടുത്തത് കേരളത്തിലെ റവന്യൂ വകുപ്പ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെ സ്വാർത്ഥകമാക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടു കൂടി ആ വിധത്തിലുള്ള പ്രയത്നങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 1,80,877 പട്ടയങ്ങൾ കേരളത്തിലിപ്പോൾ ഇതിനകം വിവിധ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇനി 1,20,000 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യണം എന്ന ടാർഗറ്റാണ് ഒരു വർഷക്കാലത്തിനുള്ളിൽ 3 ഘട്ടങ്ങളായി വിതരണം ചെയ്യാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്കർഷിച്ചിട്ടുള്ളത്. അതോടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 5 വർഷക്കാലം കൊണ്ട് 3 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് എന്ന ഖ്യാതി ഈ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ കഴിയും. അത്തരമൊരു നേട്ടത്തിലേക്ക് പോകാനുള്ള വലിയ തയ്യാറെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഡിജിറ്റൽ റീസർവേയുടെ പ്രവർത്തനം വളരെ ആവേശകരവും അഭിമാനകരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 438 വില്ലേജുകളിൽ ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടന്നു വരികയാണ്. ഇനി 200 വില്ലേജുകളിൽ കൂടി ഫെബ്രുവരി 14 മുതൽ തേർഡ് ഫേസ് എന്ന നിലയിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിക്കും. അപ്പോൾ 3ാമത്തെ ഫേസ് കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ആ നടപടികൾ 4 വർഷക്കാലം കൊണ്ട് സംസ്ഥാനത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ നടപടിക്രമങ്ങളെല്ലാം ആലോചിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് 3 വകുപ്പുകളുടെ പോർട്ടലുകളെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചു. അതായത് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും, റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും, സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇ-മാപ്പും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭൂമി എന്ന പേരിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ കേരളത്തിൽ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ലക്ഷ്യം അത് ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് എല്ലാ വില്ലേജിലും നടപ്പിലാക്കുകയാണെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ കാലയളവിനുള്ളിൽ 1000 വില്ലേജുകൾ അതിൻ്റെ പരിധിയിൽപ്പെടുത്തി 2025 പൂർത്തിയാകുന്നതിന് മുമ്പ് 1000 വില്ലേജുകളിൽ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ നിലവിൽ വരണം എന്നാണ്. കേരളത്തിൽ മാത്രമല്ല, അതൊരു ലോക റെക്കോർഡായിട്ട് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള സർവേ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ നടത്തുന്ന ഡിജിറ്റൽ റീസർവേയുടെ അതിൻ്റെ സർവേ സൊല്യൂഷൻസ് പഠിക്കുന്നതിനായി 1 മാസത്തെ ക്യാമ്പ് തിരുവനന്തപുരത്ത് നടത്തി വരികയാണ്. അസമിലെ ഈ സർവേ ഉദ്യോഗസ്ഥന്മാരുടെ വിസിറ്റും 1 മാസത്തെ ക്യാമ്പും കേരളത്തിൽ കഴിഞ്ഞു. ഏതാണ്ട് മാർച്ച് അവസാനത്തിലും ഏപ്രിൽ ആദ്യത്തിലുമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സർവേ ജീവനക്കാർക്ക് വേണ്ടി ഒരു നാഷണൽ വൈഡ് വർക്ക്ഷോപ്പ് നടത്തണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കേരളവുമായി ആശയവിനിമയം വെച്ചിട്ടുണ്ട്. ആ വിധത്തിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു റീസർവേ നടപടികളിലും കേരളം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കുറെ കൂടി വേഗത വർദ്ധിപ്പിക്കണം എന്ന് നമ്മൾ കാണുകയാണ്. 25 സെൻറ്റ് വരെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭൂമിക്ക് പ്രത്യേക പ്രത്യേക ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കി വീട് വയ്ക്കാൻ ലൈഫിൽ ഉൾപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള അനുവാദം നൽകി കേരളത്തിലുള്ള ഡാറ്റ ബാങ്കുകളെ പ്യൂരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കി കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായി അവസാനിപ്പിച്ച് ഓൺ റോഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇവിടെ പരിശോധിച്ച് വരുന്നുണ്ട്. വില്ലേജ് തല ജനകീയ സമിതി മുതൽ വില്ലേജിലെ സാധാരണ പ്രവർത്തകർക്കുള്ള, സാധാരണ ജീവനക്കാർക്കുള്ള പ്രത്യേക ട്രെയിനിങ് ജില്ലകളിൽ നടപ്പിലാക്കി കേരളത്തിൽ റവന്യൂ വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങളെ ഏറ്റവും വേഗതയിൽ ജീവനക്കാർക്ക് പഠിപ്പിക്കാനും അത് കരഗതമാക്കാനുമുള്ള പരിപാടിയും റവന്യൂ വകുപ്പ് തയ്യാറാക്കുന്നുണ്ട്. അന്തിമമായ ലക്ഷ്യം 2026 ജനുവരിയിൽ കേരളത്തിലൊരു പ്രോപ്പർട്ടി കാർഡ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് ATM കാർഡ് പോലെ അവരവരുടെ ഭൂമിയിൽ നിലനിൽക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ, ഭൂമിയിലുള്ള കെട്ടിടത്തിൻ്റെ വിസ്തീർണം, അതിനടയ്ക്കുന്ന ടാക്സ്, അതിൻ്റെ തരം, അതിൻ്റെ സ്വഭാവം, ഇങ്ങനെ ഭൂമിയും ഭൂമിയിലെ എല്ലാ മറ്റ് കൂർച്ചുമയങ്ങളും ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുന്ന എല്ലാതിൻ്റെയും വിശദാംശങ്ങൾ ഒറ്റ കാർഡിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രോപ്പർട്ടി കാർഡ് എന്ന ആശയം കേരളത്തിൻ്റെ മുമ്പാകെ വയ്ക്കാൻ ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ വേഗതയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ ശക്തമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നതിനുമാണ് 3 മേഖലകളിലായി ഈ ക്യാമ്പുകൾ നിശ്ചയിച്ചത്. ഇത് തിരുവനന്തപുരം, ആലപ്പുഴ,
കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വെച്ചും എറണാകുളം ഉൾപ്പെടുന്ന എറണാകുളം, പാലക്കാട്, കോട്ടയം, ഇടുക്കി ജില്ലകൾക്ക് വേണ്ടി എറണാകുളത്ത് വെച്ചും മലബാർ മേഖലയിലെ 6 ജില്ലകളും തൃശ്ശൂരും ഉൾപ്പെടെ 5 ജില്ലകളും തൃശ്ശൂർ ഉൾപ്പെടെ 6 ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള മേഖലാ യോഗം ഇവിടെ വെച്ചുമാണ്. ജില്ലാ കളക്ടർ മുതൽ എല്ലാ തഹസിൽദാർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിനു പുറമെ അതത് ജില്ലകളിലെ സർവേയുടെ DD-മാരും AD-മാരും ഉൾപ്പെടെയുള്ളവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. റവന്യൂവിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ 12 മാസക്കാലത്തിനുള്ളിൽ ഓരോ മാസവും ചെയ്തു തീർക്കേണ്ട ജോലികൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ആ ഘട്ടത്തിൽ ജനകീയമായിട്ടുള്ളൊരു മുന്നേറ്റം, അതിദരിദ്രർക്ക് പൂർണ്ണമായും ഭൂമി കണ്ടെത്തൽ, ഇതെല്ലാം ഈ മേഖലാ യോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ആ വിധത്തിൽ കൃത്യമായി ഭൂമി വിതരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കും. അധിക ഭൂമി ഇപ്പോൾ ഡിജിറ്റൽ റീസർവേയിലൂടെ ഉണ്ടാകുന്ന അധിക ഭൂമി അത് എങ്ങനെ അതിൻ്റെ ടാക്സ് നടപടികൾ നടത്തണം. 932 ശേഷം കേരളത്തിലൊരു സെറ്റിൽമെൻറ്റ് ആക്ട് ഇല്ല. അധികമായി ഭൂമി വന്നാൽ അതിനെ ക്രമപ്പെടുത്താനായിട്ടുള്ള ഒരു നിയമവും കേരളത്തിൽ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ സെറ്റിൽമെൻറ്റ് ആക്ട് ഇല്ല. ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു സെറ്റിൽമെൻറ്റ് ആക്ട് കൊണ്ടുവരണം. അതിനു മുന്നോടിയായി അധിക വിസ്തീർണം ഡിജിറ്റൽ സർവേയിലൂടെ അംഗീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ടൈറ്റിലാകുന്നതിന് മുമ്പ് അവർക്ക് ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് വില്ലേജുകളിൽ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ആധുനിക കാലത്ത് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും റവന്യൂ മേഖലാ യോഗങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ വിജയമാണ് 3ാമത്തെ മേഖലാ യോഗങ്ങളിലേക്ക് കിടക്കുമ്പോൾ. ഈ മേഖലാ യോഗങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇനി എല്ലാ ജില്ലകളിലും വില്ലേജ് ഓഫീസർമാരുടെ നേരിട്ടുള്ള യോഗത്തിലേക്ക് കടക്കുകയാണ്. അതോടുകൂടി നമ്മുടെ പ്രവർത്തനത്തെ വേഗതയിലാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കും. അതിനുവേണ്ടിയുള്ള മേഖലാ യോഗങ്ങളാണ്. രജിസ്ട്രേഷൻ വകുപ്പാണ്. അങ്ങനെ ഒരു ചെറിയ പരാതിയുണ്ട്. അത് രജിസ്ട്രേഷൻ വകുപ്പുമായി സംസാരിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം ഇപ്പോൾ കാണാൻ പറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. അതെ, അത് കാണാനുണ്ട്.